ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിട്ട് അപ്പോൾ അങ്ങനെ ഹീറോയിന് വീട്ടിൽ എടുത്തോണ്ട് വന്നു. ഹീറോയിക്ക് വി പറയായിരുന്നു എന്തെടുത്ത് കുടിച്ചോണ്ട് വന്നു. എന്നിട്ട് പ്രൊഫസറോട് പറഞ്ഞു ഇല്ലടാ എനിക്ക് പോകണം എൻ്റെ വൈഫ്. അങ്ങനെ പീറ്റർ സമ്പർക്ക് ബാക്കി ബസ്സുകളെ കണ്ടായിരുന്നു. ശരിയടാ ഓക്കേടാ എന്ന് പറയായിരുന്നു. അങ്ങനെ വീട്ടിൽ എടുത്തോണ്ട് വന്ന് ഹീറോയും വി പറയായിരുന്നു. അങ്ങനെ ഹീറോയിനെ വിയോടെ ഇത് കൊണ്ടാക്കിയിട്ട് പോകാൻ നോക്കിയായിരുന്നു. ഹീറോയി കൈ പിടിച്ചായിരുന്നു വീണ്. അങ്ങനെ വീടിനടുത്ത് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റി തുടങ്ങിയായിരുന്നു. വീക്ക് കാണാൻ ചുമ്മിയായിരുന്നു. എന്താ ചെയ്യുക, അങ്ങനെ വീടിനെ പിടിച്ച് കിസ് ഇറങ്ങിയായിരുന്നു. വീക്ക് വിടടി എന്ന് പറയുന്നു. ഹീറോയെ സമ്മതിച്ചില്ല. അവനെ കൊണ്ട് വീണെ കിസ് തന്നു. ഇപ്പോൾ ഹീറോയി പറഞ്ഞു ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ് ഹീറോയി പഠിക്കുന്നത്. അത് ഫസ്റ്റ് ഇയർ ഇപ്പോൾ കഴിഞ്ഞായിരുന്നു ഹീറോയി. നെക്സ്റ്റ് സെക്കൻഡ് ഇയർ ആണ് ജോയിൻ ചെയ്യുന്നത്. അതെ ഇപ്പോൾ ഹീറോയി ഫസ്റ്റ് ഇയർ പറഞ്ഞാൽ ഹീറോയി ഫസ്റ്റ് ഇയർ പഠിച്ച് സെക്കൻഡ് ഇയർക്ക് എത്താൻ പോകുന്നുണ്ട്. ഹീറോയി ഇപ്പോൾ ഇങ്ങനെ കിസ് ചെയ്ത് വീക്ക് കൺട്രോൾ ചെയ്തിട്ടില്ല. ഹീറോയി കൂടെ സ്റ്റേ ചെയ്തായിരുന്നു. ഇങ്ങനെ രാവിലെ എണീച്ച് നോക്കി ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. വീണൊക്കെ ഹീറോയ്ക്ക് വി മല ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഹീറോയെ വൺ സൈഡ് ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു വീണെ. വീനെ കുറച്ച് പേടിയാണ്. ഹീറോയെ പ്രപ്പോസ് ചെയ്യാൻ വെച്ചായിരുന്നു വീക്ക് മാരേജ് ചെയ്യുന്നത്. ഹീറോയെ ഷോക്കായിരുന്നു. വീക്ക് ബർത്ത്ഡേ വരണം. അപ്പോൾ വീക്ക് പ്രപ്പോസ് ചെയ്യാൻ ഹീറോയെ പ്ലാൻ ചെയ്ത് വീക്ക് മാരേജായി. അതെ ഹീറോയ്ക്ക് മനസ്സ് ഒടിഞ്ഞായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞു ഹീറോയിൻ്റെ മനസ്സ് ഒടിഞ്ഞായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ നാളെ ഇന്ന് വീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീക്ക് മാരേജായി. മാരേജ് നടക്കുമ്പോൾ ഒന്ന് കണ്ട് ഹീറോയിൻ മനസ്സ് ഒടിഞ്ഞായിരുന്നു. അങ്ങനെ വീക്കൂടെ ഹീറോയിൻ നടന്നായിരുന്നു. ഹീറോയിന് സമാധാനമൊക്കെയായിരുന്നു. അതെ വീടിൻ്റെ ബർത്ത്ഡേന് വരാൻ പോകുന്നുള്ളൂ എന്ന് ഹീറോയിൻ ഉണ്ടായിരുന്നായിരുന്നു. പിന്നെ ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ ബാത്റൂമിൽ പോകുമ്പോൾ ഹീറോയിനെ പിടിച്ച് ബാത്റൂമിൽ പുറകിൽ വന്നായിരുന്നു. ഹീറോയിനെ പിടിച്ച് എന്താ സാർ എന്ന് പറയാം. എന്ന് വിളിക്ക്. എന്താ എന്ന് പറയാൻ എന്ന് പറഞ്ഞു. ഹീറോയിൻ ഒരുമാതിരി നോക്കായിരുന്നു. എന്താന്ന് പറയാനോ ഒന്നുമില്ല പറഞ്ഞ ഹീറോയിനെ പിടിച്ച് കേസ് വിടെന്ന് പറയായിരുന്നു. ഒന്നുമില്ല കുളിച്ച് പോവാ എന്ന് പറഞ്ഞേ ഇടുന്ന തട്ടെടുത്ത് ഡ്രസ്സ് വന്നുണ്ട്. അത് കുളിച്ച് ഇടുന്ന ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയി ചിരിച്ചിട്ട് പോയായിരുന്നു. അതെ ഇതിനൊരു ഡ്രസ്സുണ്ട്. അവിടെ നിന്ന് കുറേ ഡ്രസ്സുണ്ട് കുളിച്ചെടുത്ത്. അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്താണ് ചിരിച്ചിട്ട് പോയായിരുന്നു. ഹീറോയെ കുളിച്ച് ബ്രഷായിട്ട് ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി. കുളിച്ചിട്ട് ശരി നിന്നെ റെസ്റ്റ് എടുത്തോ ഞാൻ കോളേജിൽ പോകുന്നെന്ന് പറയായിരുന്നു. എന്നാൽ ഞാൻ കൂടെ വരാം പറഞ്ഞു. ഇപ്പോൾ എനിക്ക് വരാമല്ലോ ഹീറ്റ് വാട്ടറിൽ കുളിച്ചായിരുന്നു ശരിയാവുമെന്ന് പറയാം. ഹീറോക്ക് വേറെ നിൽക്കുന്നത് ഹീറ്റ് വാട്ടറിൽ കുളിച്ചത്. വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കോളേജിൽ വന്നതാണ്. ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സിക്ക് എന്ത് ചെയ്യാനറിയില്ല. പാവം അവൾ എന്താടാ എന്ന് പറയുന്നത്. അങ്ങനെ വന്നായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട്സ് ഷാക്കായിരുന്നു. വന്നായിരുന്നു. ക്ലാസ് എടുക്കാമായിരുന്നു. ക്ലാസ് നന്നായിട്ട് നടന്നായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പോയായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് വീണോ റൂമിൽ വന്നിട്ട് എക്സ്ക്യൂമി സാർ എസ് കമ്മിങ് എന്ന് പറയായിരുന്നു. സാർ എന്നെ കുറച്ച് സംസാരിക്കണം. കേട്ടോ എന്താണ് എന്ന് ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സ് മുറിക്കായിരുന്നു. സാർ എന്താ വരാത്തത് കേൾക്കും. കേൾക്കുമ്പോൾ ഡ്രസ്സ് ഒരുമാതിരി ശരിയാക്കായിരുന്നു. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് ഷോക്കായിരുന്നു. അവൻ ഹീറോയിൻ്റെ ഫ്രണ്ട് പിന്നെ നോക്കിയായിരുന്നു. ഇക്കിമാറുണ്ട് ഇത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് ഷോക്ക്. അങ്ങനെ ഇവളോട് നോക്കുന്നത് നോക്കും. ഡ്രസ്സ് ശരിയാക്കാം അവൾക്ക് ഷോക്ക്. ഓക്കെ സാർ എപ്പോൾ വരും സാർ? 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞ് കൂടെ വരികയായിരുന്നു. എന്ന് നോക്കിയായിരുന്നു. എന്നാൽ ഡ്രസ്സ് നോക്കുമായിരുന്നു. അങ്ങനെ നോക്കിയായിരുന്നു. അങ്ങനെ വീൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു. ജങ്കുക്ക് ഒരു മാത്സ് പ്രൊഫസറാണ്. പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫസർ. അതുകൊണ്ട് ജങ്കുക്ക് എന്താണ് മച്ചത് ഇത് മറക്കാൻ മറക്കായിരുന്നു. ജങ്കുക്ക് കേൾക്കാൻ എന്താടാ നടന്നത്. ജങ്കുക്ക് നടന്നത് പറഞ്ഞായിരുന്നു. അങ്ങനെ അവനെ വിടല ഞാൻ എന്ന് ചോദിക്ക് ടെൻഷനായിരുന്നു. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയി കോളേജിൽ എന്നിട്ട് അവനങ്ങനെ ചെയ്തായിരുന്നു. മിരട്ടിയായിരുന്നു. ഞാൻ നോക്കിയാൽ കൊണ്ട് അങ്ങനെ ചെക്കന് സോറി സാർ അവൻ്റെ ഡാഡി മമ്മി സോറി സാർ ഇവനോട് പഠിക്കട്ടെ നീ ടോർച്ചറൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയായിരുന്നു. അങ്ങനെ അവൻ പഠിക്കുന്നില്ലുണ്ട്. പഠിച്ചത് അവന് കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അവൻ്റെ ഡാഡി പറയുന്നു മറിയാതെ കമ്പനി റൺ ചെയ്യിടാ എന്ന് പറഞ്ഞാൽ അവൻ പഠിച്ച് ഗ്രാജുവേറ്റ് ആയിട്ട് പോയായിരുന്നു. അതിനായിട്ട് അവൻ പറഞ്ഞ ഇത് ഡെസർട്ട് ചെയ്ത് വേഗം വന്നപ്പോൾ ജങ്കുക്ക് ഭയങ്കര മെർട്ടായിരുന്നു. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ ഹീറോയ്ക്ക് ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒരുമാതിരി ആയിരുന്നു. അങ്ങനായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു എന്ത് പറ്റി എന്ന് പറയുന്നു. അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഹീറോയിൻ പൊത്തും മയങ്ങി വീണായിരുന്നു. ഹീറോയിൻ ടേബിൾ ഇതാക്കും മയങ്ങി വീണായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് കേൾക്കായിരുന്നു എന്ത് പറ്റി വിളിച്ചായിരുന്നു എന്ത് പറ്റിയെന്ന് വിളിക്കായിരുന്നു. അങ്ങനെ ഹീറോ എണിക്കുന്നില്ല. ഒന്നും മനസ്സിലായില്ല. ഹീറോയിൻ ഫ്രണ്ട് എനിക്കുന്നില്ല.
വീക്ക് ഇങ്ങനെ നോക്കുമായിരുന്നു, ഉണർത്തി നോക്കിയായിരുന്നു. കുറച്ച് തണ്ണി വീഴ്ത്തിയായിരുന്നു. എനിക്കൊന്നുമില്ല, വീക്ക് പേടിയായിരുന്നു. അങ്ങനെ വീൻ്റെ ഹീറോയിൻ ഫ്രണ്ട്സിനോട് 2 ഫ്രണ്ട്സിനോട് വിളിച്ചായിരുന്നു. അങ്ങനെ 2 പേര് വിളിച്ചുകൊണ്ട് വന്നായിരുന്നു. റൂം അത് പറഞ്ഞ് വി പറഞ്ഞ് ജിന്നുണ്ടായിരുന്നു. ജിൻ ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ജിൻ ചുമ്മാ വന്നതായിരുന്നു. ജിൻ വന്ന ചുമ്മാ വീനെ കാണാൻ വന്നത്. ജിൻ പറയായിരുന്നു എന്താടാ പറ്റിയെന്ന് പറയുന്നു. ജിൻ അവിടെ ഡോക്ടർ വന്ന് അതായിരുന്നു. അവിടെ ഒരു റൂമുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത് ജിൻ ഷോക്കായിരുന്നു. ജിൻ വീനെ നോക്കുമായിരുന്നു ഷോക്കായിട്ട്. എന്താ വീക്കൊക്കെയായിരുന്നു. ഇത് കാതിൽ പോയിട്ട് പറഞ്ഞ വീക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ നന്നായിട്ട് ഹീറോയിനെ ക്യാരിങ് ചെയ്യുന്ന ഹീറോ പെഡ്നെറ്റാണ്. അങ്ങനെ ഹീറോയിൻ കൂടെ ഇങ്ങനെ ഫേസിൽ ഭയങ്കര റൊമാൻസ് ചെയ്യും. അതുമാത്രം ബേബിക്ക് വേണ്ടി കുറച്ച് ഡേലിങ് ചെയ്തായിരുന്നു. അങ്ങനെയായിട്ട് ബേബി വരുമ്പോൾ അതെ ഹീറോയി കൂടെ റൊമാൻസ് ചെയ്യും. ഹീറോയി വേണ്ട പറഞ്ഞ് കേൾക്കില്ല, സ്ലോ ചെയ്തെന്ന് പറഞ്ഞ് ഹീറോയി കുറേ ഡേയ്സ് കഴിഞ്ഞായിരുന്നു ഹീറോയ്ക്ക് ബേബി ജനിച്ചായിരുന്നു. ട്രിപ്പിൾസാണ്. 2 ബോയ് 1 ഗേൾ ബേബിയാണ്. ലാസ്റ്റ് ഒരു ഗേൾ ബേബിയാണ്. വീക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോയിൻ നന്നായിട്ട് നന്നായിട്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഹീറോയിൻ കോളേജൊക്കെ ഇങ്ങനെ പറഞ്ഞ ഓൺലൈൻ ക്ലാസ് വന്ന് പഠിക്കുകയാണ് ഹീറോയിൻ. ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്നു വലുതായി. ഹീറോയി പറയുന്നത് എങ്ങനെയായിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഹീറോയി പഠിച്ചു കഴിഞ്ഞു. പാവ ഹീറോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് ഹെൽത്ത് ശരിയായിടത്തോളം ഹീറോയി ക്ലാസ് പഠിച്ചു കഴിഞ്ഞു വരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം വളർന്ന് ഇപ്പോൾ ഹീറോയി പഠിച്ചു കഴിഞ്ഞു. ഹീറോയി ഫൈനൽ ഇയർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് എത്തിയായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നത് മച്ചേ ഫൈനൽ ഇയർക്ക് എത്തി എന്ന് ഹീറോയിൻ ഹീറോയിൻ്റെ ഫ്രണ്ട്സ് പറയുന്നു. അതേടി അങ്ങനെ വി പറയുന്നത് ഫൈനൽ ഇയർക്ക് എത്തി എന്ന് പറഞ്ഞ് വി ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഹീറോ കേൾക്കുക എന്താ വി എന്നെ നോക്കി ചിരിക്കുക. വി പറയുന്നു ഞാൻ ചുമ്മാ പ്രൊഫസറായിട്ട് പറയാം, ഞാൻ അവരുടെ കമ്പനി CEO ആണ്, എനിക്കറിയും. അത് വീൻ്റെ ഹീറോയി പറയായിരുന്നു. ശരി, എനിക്ക് സെൻറ്റ് ഉണ്ടാക്കാണ് സോപ്പ് ഇങ്ങനെ സെൻറ്റ് കോഫി അത് എനിക്ക് പഠിക്കാൻ ആഗ്രഹമല്ലേ. എന്നെ വി നോക്കി പറയായിരുന്നു നിനക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ. അതൊക്കെ നിനക്കതൊക്കെ നിനക്കൊരു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വി ഒരു പ്ലേസ് കഴിച്ചായിരുന്നു ഹീറോയിന്. അങ്ങനെ കുട്ടി വളർന്നതായി ഹീറോയി അത് പഠിച്ച് നന്നായിട്ട് വന്നായിരുന്നു. ഹീറോ ഇപ്പോൾ ഭയങ്കര ടോപ്പ് ഫേമസ് ആണ്. ഹീറോയിൻ നിറയെ സെൻറ്റ് വെച്ച് നിറയെ ഫ്ലവർ സോപ്പ് സെൻറ്റ് നിറയെ ഉണ്ടാക്കുമായിരുന്നു. ഹീറോയിൻ ഭയങ്കര ടോപ്പാണ്. കോഫി ഫ്ലവർ വെച്ച് നിറയെ എന്തെല്ലാം ഉണ്ടാക്കുമായിരുന്നു. ഹീറോയി ഇപ്പോൾ ഭയങ്കര ടോപ്പ് ബിസിനസ്മാൻ്റെ വൈഫ് നല്ല ഫേമസ് ആണ് ഹീറോയിൻ കമ്പനി വീൻ്റെ കമ്പനിയിലാണ് ഹീറോ ജോബ് ചെയ്തത്. ഭയങ്കര ഫേമസ് ആയി. ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്.